നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ദക്ഷചരിതം, ചിത്രകേതൂപാഖ്യാനം, വൃത്തവധം എന്നീ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന 23-ാമത്തെ ദശകത്തിലെ പ്രഥമ ശ്ലോകം. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷഃ ത്വത്സേവനം വ്യധിത സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹുഃ തസ്മൈ വരം ദിദിഥ താം ച വധൂമസിഗ്നീം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. പ്രാചേതസഃ തു ഭഗവൻ അപരഃ ഹി ദക്ഷഃ ത്വൽസേവനം വ്യധിതഃ സർഗവിവൃദ്ധികാമഃ ആവിർബഭൂവിധ തദാ ലസദഷ്ടബാഹുഃ തസ്മൈ വരം ദിദിഥ താം ച വധൂ അസ്കിനീം. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ഹേ ഭഗവൻ, പ്രചേതസഃ അപരഃ ദക്ഷഃ ഹി സർഗവിവൃദ്ധികാമഃ ത്വൽസേവനം വ്യധിതഃ തദാ ലസദഷ്ടബാഹുഃ ആവിർബഭൂവിധ തസ്മൈ വരം അസ്കിനീം താം വധൂം ച ദിദിഥ. ഇനി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അല്ലയോ ഭഗവാനെ, പ്രചേതസ്സുകളുടെ മറ്റൊരു പുത്രനായ ദക്ഷൻ പ്രജാക്ഷേമ തൽപരനായത് മൂലം പ്രജാക്ഷേമത്തിനായുള്ള മാർഗങ്ങൾ ആരായാൻ അങ്ങേ സമീപിച്ചു, പ്രാപിച്ചു. പ്രശോഭിക്കുന്ന 8 തൃക്കരങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ദക്ഷന് പ്രജാക്ഷേമത്തിനുള്ള വരവും വധുവായി അസ്കിനി എന്ന കന്യകയെയും ദാനം ചെയ്യുകയും ചെയ്തു എന്ന് ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.